അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഔ കല്ലദീ മറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ ഖാല അന്നാ യുഹ്യീ ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ. സ്വദഖല്ലാഹുൽ അലിയ്യുൽ അളീം. കഴിഞ്ഞ ക്ലാസ്സിൽ 259 ആയത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ പറഞ്ഞത്. അത് മുഴുവനായിരുന്നില്ല, അതിൽ കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ഔക്കല്ലദീ മറ അല ഖറിയത്തിൻ, ഒരു തകർന്നടിഞ്ഞ നാടിലൂടെ നടന്നു പോകുന്ന, അല്ലെങ്കിൽ ആ നാടിനെ ബൈപ്പാസ് ചെയ്തു പോകുന്ന അയാളെ അറിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആയത്ത് തുടങ്ങുന്നത്. അയാൾ ചോദിക്കുകയാണ്, അന്നാ യുഹ്യീ ഹാദിഹില്ലാഹു ബഅദ മൗതിഹ, ഈ നാട് ഇങ്ങനെ തകർന്ന് തരിപ്പണമായതിനു ശേഷം ഇതെങ്ങനെയാണ് ഇനി രണ്ടാമത് ഉഷാറായി വരിക? ഈ നാടെങ്ങനെയാണ് രണ്ടാമത് ജീവൻ വെക്കുക? ഈ ആശ്ചര്യമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. പിന്നെ പറഞ്ഞു, ഫഅമാതഹുല്ലാഹു മിഅത്ത ആം, അള്ളാഹു അയാളെ 100 വർഷം മരിപ്പിച്ചു. സുമ്മ ബഅസ, എന്നിട്ട് അയാളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അള്ളാഹു 100 വർഷം നിർജീവാവസ്ഥയിലാക്കുകയും പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. നിർജീവമായ അവസ്ഥ എന്നതുകൊണ്ട് ഫിസിക്കലായ ഡെത്ത് തന്നെ ആകണമെന്നില്ല, അദ്ദേഹത്തിനുള്ള ആത്മീയവും ധാർമ്മികവുമായിട്ടുള്ള പതനമാകാം. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നൂറില്ലാതെ, അള്ളാഹുവിനെ തിരിച്ചറിയാതെ അന്ധകാരത്തിൽ കഴിഞ്ഞുകൂടിയതാകാം. അള്ളാഹുവിൻ്റെ പ്രകാശം കിട്ടലാണ്, നൂറ് കിട്ടലാണ്, അവൻ്റെ ഹിദായത്ത് കിട്ടലാണ് ജീവൻ. അങ്ങനെ മൃതാവസ്ഥയിൽ അദ്ദേഹം 100 വർഷം കഴിച്ചുകൂട്ടി. പിന്നെ അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. 100 എന്ന വർഷവും അക്ഷരാർത്ഥത്തിൽ തന്നെ എടുക്കേണ്ടതില്ലാത്ത ഒന്നാണ്. കാരണം ഖുർആനിൽ 100നെ പോലെ തന്നെ 7, 1000, 50,000 ഇങ്ങനെയുള്ള അക്കങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. ആധിക്യത്തെ കുറിക്കാനാണ് പലയിടങ്ങളിലായിട്ട് വന്നത്. 7 എന്ന അക്കത്തെക്കുറിച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ 100 എന്ന അക്കം കൊണ്ടുദ്ദേശിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ കണക്കാക്കുന്ന 100 വർഷം തന്നെ ആകണമെന്നില്ല. എന്നാൽ അക്ഷരാർത്ഥത്തിൽ 100 വർഷം തന്നെ ആകുന്നതും ഇവിടെ വ്യാഖ്യാനപരമായ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നല്ല. കാരണം ഒരാൾ 100 വർഷത്തോളം ജീവിക്കാം. 100 വർഷത്തോളം അള്ളാഹുവിൻ്റെ ഹിദായത്തില്ലാതെ, അള്ളാഹുവിൻ്റെ നൂറില്ലാതെ വളരെ ധിക്കാരിയായിക്കൊണ്ട് ഒരു രാജാവിന് ജീവിക്കാം. നബൂക്കദ്നസറിൻ്റെ ചരിത്രവും അങ്ങനെ തന്നെയാണ്. നബൂക്കദ്നസർ ആവാനുള്ള സാധ്യത നമ്മൾ പറഞ്ഞു, ഇതൊരു കാഫിറായ ഒരു മനുഷ്യനാണ് എന്നും ഈ നാട് ജെറുസലേമാണ് എന്നും പറഞ്ഞ വ്യാഖ്യാനത്തിൻ്റെ പിൻബലത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നബൂക്കദ്നസർ രാജാവാകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹം കുറേ കാലം ഒരുപാട് പടയോട്ടങ്ങൾ നടത്തി, പല നാടുകളും പിടിച്ചടക്കി, പല ജനതയെയും ബന്ദികളാക്കി, ഒരുപാട് നാടിനെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു ചരിത്രം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അതിനൊക്കെ ശേഷം അദ്ദേഹത്തിന് വരുന്ന ഒരു മാനസാന്തരത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. അത് വിഖ്യാതമായ ഒരു സംഭവമാണ്. ദാനിയേൽ പുസ്തകത്തിൻ്റെ ഒരു അധ്യായം മുഴുവനും നബൂക്കദ്നസർ രാജാവ് മൊത്തം ജനങ്ങൾക്ക് വേണ്ടി എഴുതിയ ഒരു സംഗതിയാണ്. അള്ളാഹു പറയുന്നു, 100 വർഷത്തിന് ശേഷം അദ്ദേഹത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ ചോദിച്ചു, കം ലബിത്ത, എത്ര കാലം കഴിച്ചുകൂട്ടി? അപ്പോൾ പറയുന്ന മറുപടി, ലബിത്തു യൗമൻ ഔ ബാലയോ, ഒരു ദിവസമോ അല്പം നേരമോ, ഒരു ദിവസത്തിൻ്റെ കുറച്ച് ഭാഗമോ മാത്രമേ ഞാൻ കഴിച്ചുകൂട്ടിയിട്ടുള്ളൂ. ഈ ഒരു ശൈലിയിലുള്ള വർത്തമാനം ഖുർആനിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. സൂറ അൽ കഹ്ഫിൽ കുറേ നാൾ ഗുഹയിൽ താമസിച്ച, ഒരുപാട് നാൾ അവിടെ അള്ളാഹു ഉറക്കിയ ഗുഹാവാസികളായ ചെറുപ്പക്കാർ എഴുന്നേറ്റിട്ട് ചോദിക്കുന്നത് കം ലബിത്തും എന്നാണ്. പരസ്പരം അവർ ചോദിക്കുന്നത്, എത്ര കാലം നമ്മളിവിടെ കഴിച്ചുകൂട്ടി? അപ്പോൾ അവർ പറയുന്നുണ്ട്, ഖാലു ലബിത്ന യൗമൻ ഔ ബാലയോ, ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ കുറച്ച് ഭാഗമോ മാത്രമേ നമ്മളിവിടെ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ. ഇതുപോലെ ഒരു വർത്തമാനം സൂറ അൽ മുഅ്മിനൂനിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ, വിചാരണ നാളിൽ നടക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഖാല കം ലബിത്തും, നിങ്ങൾ എത്ര കാലം കഴിച്ചുകൂട്ടി? ഫില്ലർലി അദദ സിനീൻ, ഭൂമിയിൽ എത്ര കൊല്ലം നിങ്ങൾ കഴിച്ചുകൂട്ടി എന്ന് ചോദിക്കുമ്പോൾ ചില മനുഷ്യർ പറയുന്നത് ഖാലു ലബിത്ന യൗമൻ ഔ ബാലയോ, ഒരു ദിവസമോ ഒരു ദിവസത്തിൻ്റെ അല്പമോ മാത്രമാണ് എന്നാണ്.
അതുപോലെ സൂറ നാസിയാത്തിൽ അന്ത്യസമയത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് കഅന്നഹും യൗമ യറൗനഹ ലം യൽബഥു ഇല്ല അഷിയത്തൻ ഔ ളുഹാഹ. അവർ ഒരു വൈകുന്നേരമോ ഒരു പ്രഭാതമോ കഴിച്ചു കൂട്ടിയ പോലെയാണ് അവർക്കന്ന് തോന്നുക. അത്ര ചെറിയ സമയമേ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ എന്ന് തോന്നും. ഇത് ശിക്ഷ നേരിട്ട് കാണുമ്പോൾ ഒരുപാട് കാലം മൃതാവസ്ഥയിൽ ജീവിച്ച ആളുകൾക്ക് തോന്നുന്ന ഒരു തോന്നലാണ്. അതുപോലെ ഒരുപാട് കാലത്തെ മൃതാവസ്ഥയ്ക്ക് ശേഷം ജീവൻ നൽകപ്പെടുമ്പോഴും തോന്നുന്ന ഒരു തോന്നലാണ്. ശിക്ഷ നേരിൽ കാണുമ്പോൾ ഇങ്ങനെ ഒരു തോന്നലുണ്ടാകുന്നതിനെക്കുറിച്ച് സൂറ അൽ അഹ്കാഫിൽ പറയുന്നുണ്ട്. കാന്നഹും യൗമ യറൗന മാ യുഅദൂന ലം യൽബഥു ഇല്ലാ സാഅത്തം മിൻ നഹാർ. അവരത് കാണുമ്പോൾ, ശിക്ഷ നേരിട്ട് കാണുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് വാണിംഗ് നൽകിയ കാര്യം അവർ നേരിട്ട് കാണുമ്പോൾ അവർക്ക് തോന്നുന്നത് ഇല്ലാ സാ, ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ചെറിയ നേരം, അത്രയേ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ. മിന്നഹാർ, പകലിൻ്റെ അല്പം, പകലിൽ നിന്ന് ഒരു മണിക്കൂറേ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്നവർക്ക് തോന്നും. ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലത്തെ അന്ധകാരത്തിലുള്ള ജീവിതത്തിന് ശേഷം വെളിച്ചത്തിലേക്ക് വരുമ്പോൾ തോന്നുന്ന ഒരു തോന്നൽ കൂടിയാണ്. ഞാൻ കുറച്ചു കാലേ നിന്നിട്ടുള്ളൂ എന്നുള്ള തോന്നൽ. അപ്പോൾ ഇവിടെ അള്ളാഹു ചോദിക്കുന്നത് എത്ര കാലം നിന്നു എന്നാണ്. അപ്പോൾ ആ മനുഷ്യൻ പറയുന്നത് ഞാൻ ഒരു ദിവസമോ ഒരു ദിവസത്തിൻ്റെ അല്പം മാത്രമോ ആണ് താമസിച്ചത് എന്നാണ്. അപ്പോൾ അള്ളാഹു അവനോട് തിരിച്ചു പറയുന്നത് ഖാല ബൽ ലബിത്ത മിഅത്ത ആമിൻ, അല്ല, നീ 100 കൊല്ലം താമസിച്ചിട്ടുണ്ട്, 100 കൊല്ലം കഴിച്ചു കൂട്ടി എന്നാണ്. എന്നിട്ട് പറയുന്നു ഫൻളുർ ഇലാ ത്വആമിക, നിൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ലിറ്ററലി നോക്കൂ എന്നാണ്, പക്ഷേ അങ്ങനെയുള്ള പ്രയോഗം ഖുർആനിൽ വന്നിട്ടുള്ളത് ആലോചിച്ച് നോക്കാൻ വേണ്ടിയാണ്. സൂറ അൽ ഗാശിയയിൽ അള്ളാഹു പറയുന്നത് അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, അവർ ഒട്ടകത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ലേ അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. വൈലസ് സമായി കൈഫ റുഫിയത്, ആകാശത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ലേ അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടത്. വൈലൽ ജിബാലി കൈഫ നുസിബത്ത്, അവർ പർവ്വതത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ലേ അതെങ്ങനെയാണ് നാട്ടപ്പെട്ടത് എന്നൊക്കെയാണ്. അവിടെയൊക്കെ അഫലാ യൻളുറൂന, അവർ നോക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ അവർ ആലോചിച്ച് നോക്കുന്നില്ലേ. അപ്പോൾ ഇവിടെ അള്ളാഹു പറയുന്നത് നീ ആലോചിച്ച് നോക്കൂ നിൻ്റെ ഭക്ഷണത്തെക്കുറിച്ച്, അതുപോലെ നിൻ്റെ പാനീയത്തെക്കുറിച്ച്. ഫൻളുർ ഇലാ ത്വആമിക വ ശറാബിക, നിൻ്റെ ഭക്ഷണത്തെക്കുറിച്ചും നിൻ്റെ പാനീയത്തെക്കുറിച്ചും. ലം യതസന്ന, സന്ന എന്നുള്ള വാക്കിൽ നിന്നാണ് ലം യതസന്ന, അതിന് പഴക്കം ബാധിച്ചിട്ടില്ല, ഉണങ്ങിയിട്ടില്ല എന്നും കേടുവന്നിട്ടില്ല എന്നുമൊക്കെ അർത്ഥം നൽകിയിട്ടുണ്ട്. കേടുവന്നിട്ടില്ലാത്ത നിൻ്റെ ഭക്ഷണത്തെക്കുറിച്ചും, അല്ലെങ്കിൽ പഴക്കം വന്നിട്ടില്ലാത്ത ഭക്ഷണത്തെക്കുറിച്ച്, അതുമല്ലെങ്കിൽ ഉണങ്ങിയിട്ടില്ലാത്ത നിൻ്റെ ഭക്ഷണത്തെക്കുറിച്ച്, അതുപോലെ നിൻ്റെ പാനീയത്തെക്കുറിച്ച് നീ ചിന്തിച്ചു നോക്കൂ. സൂറ അൽ അന്നാമിൽ അല്ലാഹു പറയുന്നത് കാണാം വഹുവല്ലദീ അൻസല മിനസ് സമായി മാ, അവനാകുന്നു ആകാശത്തു നിന്ന് വെള്ളത്തെ ഇറക്കുന്നത്. ഫഖ്റജ്നാ ബിഹി നബാത്ത കുല്ലി ഷൈഇൻ, ആ വെള്ളത്തിൽ നിന്നാണ് അവൻ എല്ലാത്തിനെയും ഉൽപ്പാദിപ്പിക്കുന്നത്, എല്ലാ സസ്യങ്ങളെയും ചെടികളെയും. ഫഖ്റജ്നാ മിൻഹു ഹളിറൻ നുഖ്രിജു മിൻഹു ഹബ്ബൻ മുതറാക്കിബ, അങ്ങനെ പച്ച കതിരുകൾ അവൻ ഉണ്ടാക്കുകയും അതിൽ തിങ്ങി നിറഞ്ഞ ധാന്യങ്ങളെ അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. വമിനൻ നഖ്ലി മിൻ ത്വൽഇഹ ഖിൻവാനുൻ ദാനിയ, ഈന്തപ്പനയുടെ കുലയിൽ, ഈന്തപ്പനയുടെ കൂമ്പിൽ ഈന്തപ്പനയുടെ കുലയെ അവനുണ്ടാക്കുന്നു. വജന്നാത്തിൻ മിൻ അഅനാബിൻ, മുന്തിരിത്തോപ്പും. വസൈത്തൂൻ വറുമാൻ, സൈത്തൂനും റുമാനും. മുഷ്തബിഹൻ വഗൈറ മുതശാബി, പരസ്പരം സദൃശ്യമുള്ളതും സദൃശ്യമില്ലാത്തതുമായ എല്ലാ ഫലങ്ങളെയും അവൻ ഉണ്ടാക്കുന്നു. ഉൻളുറു ഇലാ സമരിഹി, അതിൻ്റെ ഫലങ്ങളിലേക്ക്, കായ്കനികളിലേക്ക് നോക്കൂ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ, അതിൻ്റെ കായ്കനികളെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഇദാ അസ്മറ വയൻഇഹി, അത് കായ്ച്ചു വരുന്നതും അത് മൂപ്പെത്തുന്നതിനെക്കുറിച്ചും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇന്ന ഫീ ദാലിക്കും ലആയാത്തിൻ ലിഖൗമി യുഅ്മിനൂൻ, അതിൽ വിശ്വസിക്കുന്ന ജനതക്ക് അടയാളങ്ങളുണ്ട്, അഥവാ തെളിവുകളുണ്ട്. പിന്നെ അള്ളാഹു പറയുന്നത് വൻളുർ ഇലാ ഹിമാരിക്ക, നിൻ്റെ കഴുതയെക്കുറിച്ച് നീ ആലോചിച്ചു നോക്കൂ. ഇതിനെക്കുറിച്ചൊക്കെ ആലോചിപ്പിക്കുന്നത് എന്തിനാണ്? വലിനജഅലക ആയത്തൽ ലിന്നാസ്, നിന്നെ നാം ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തമാക്കാൻ വേണ്ടിയാണ്. അള്ളാഹു ആ മനുഷ്യനെ വരുന്ന ജനങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തമാക്കാൻ വേണ്ടി ആ മനുഷ്യന് ചില കാഴ്ചകൾ നൽകുകയും ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. അള്ളാഹു വീണ്ടും പറയുന്നു വൻളുർ ഇലൽ ഇലാം,
എല്ലുകളെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. കൈഫ നുൻഷിസുഹ, അതിനെ എങ്ങനെയാണ് കൂട്ടിയിണക്കുന്നത്. സുമ്മ നക്സൂഹ, അതോടൊപ്പം അതിനെ പൊതിയുന്നത് ലഹ്മ, മാംസം കൊണ്ട് പൊതിയുന്നത് എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹു എല്ലുകളുടെ മേൽ മാംസത്തെ പൊതിയുന്നതിനെക്കുറിച്ച് സൂറ അൽ മുഅ്മിനൂനിൽ പറയുന്നുണ്ട്. സുമ്മ ഖലഖ്ന നുത്ഫത അലഖതൻ ഫഖലഖ്ന അൽ അലഖത മുദ്അതൻ ഫഖലഖ്ന അൽ മുദ്അത ഇളാമ. അള്ളാഹു ഘട്ടം ഘട്ടമായിട്ട് എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ എല്ലുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഫകസൗനൽ ഇളാമ ലഹ്മ, അള്ളാഹു പറഞ്ഞത് സുമ്മ ഖലഖ്ന നുത്ഫത അലഖ, ആദ്യമായിട്ട് ബീജത്തെ ഒരു ഭ്രൂണമാക്കി, പിന്നീട് ഭ്രൂണത്തെ ഒരു മാംസപിണ്ഡമാക്കി, പിന്നെ ആ മാംസപിണ്ഡത്തെ അസ്ഥികൂടമായി രൂപപ്പെടുത്തിയെന്നാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഫകസൗനൽ ഇളാമ ലഹ്മ, അസ്ഥിയെ മാംസം കൊണ്ട് പൊതിഞ്ഞു. സുമ്മ അൻഷനാവു ഖൽക്കൻ ആഖർ, അങ്ങനെ ഒരു പുതിയ സൃഷ്ടിയായിട്ട് അള്ളാഹു രൂപപ്പെടുത്തുന്നു. സൂറ യാസീനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അവലം യറൽ ഇൻസാനു അന്നാ ഖലഖ്നാഹു മിൻ നുത്ഫ, മനുഷ്യന് അറിയില്ലേ അവനെ നാം ഒരു ബീജത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന്. എന്നിട്ട് മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട്, അവൻ ചോദിക്കുന്നു, അടുത്ത ആയത്തിൽ പറയുന്നത് കാല മൈ യുഹിയൽ ഇളാമ വഹിയ റമീം എന്നാണ്. ദ്രവിച്ചുപോയ എല്ലുകളിൽ നിന്ന് ആരാണ് ജീവൻ നൽകുക? ഇത് നിഷേധിയായ മനുഷ്യൻ ചോദിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹു പറയുന്ന മറുപടി, ഖുൽ, പറയുക, യുഹീഹല്ലദി അൻഷാഹ അവല മറ, ആദ്യ തവണ ആരാണ് ഉണ്ടാക്കിയത് അവൻ തന്നെ രണ്ടാമതും ഉണ്ടാക്കും. ഇവിടെ അള്ളാഹു പറയുന്നത് വൻലുറയിലൽ ഇളാമി കൈഫ നുൻഷിസുഹ സുമ നക്സുഹ ലഹ്മ, എല്ലുകളെ എങ്ങനെയാണ് കൂട്ടിയിണക്കുന്നത് എന്നും എങ്ങനെയാണ് മാംസം കൊണ്ട് പൊതിയുന്നത് എന്നും ആലോചിച്ചു നോക്കൂ. ഫലമ്മാ തബയ്യന ലഹു, അദ്ദേഹത്തിന് വ്യക്തമായപ്പോൾ, അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ, കാല, അദ്ദേഹം പറഞ്ഞു, അഅലമു, ഞാൻ അറിയുന്നു, അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, തീർച്ചയായിട്ടും അള്ളാഹു എല്ലാ കാര്യത്തിൻ്റെ മേലും ഖദറുള്ളവനാണ്, അവൻ ഖദീറാണ്, കഴിവുള്ളവനാണ്. നെബൂഖദ്നസർ രണ്ടാമൻ എന്ന ബാബിലോണിയൻ രാജാവിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ആ രാജാവാണ് ജെറുസലേം തകർത്ത് തരിപ്പണമാക്കിയത്. 597 BCEയിൽ ജെറുസലേം കീഴടക്കി ഒരുപാട് ആളുകളെ ബന്ദികളാക്കി കൊണ്ടുപോയി. പിന്നീട് 587 ജെറുസലേമിനെ അറ്റാക്ക് ചെയ്ത് അവിടുത്തെ പള്ളി തകർത്തു, നിലംപരിശാക്കി ആ നാടിനെ. അങ്ങനെയുള്ള ഒരു വലിയ രാജാവ് ഈജിപ്തിലേക്കും നിയർ ഈസ്റ്റിൻ്റെ മറ്റെല്ലാ പ്രദേശങ്ങളിലേക്കും ജൈത്രയാത്ര നടത്തി ഒരു വലിയ എംപയറിൻ്റെ അധിപനായ ഒരു രാജാവ്. ആ രാജാവ് ബാബിലോണിയ ഭരിച്ചത് 605 മുതൽ 562 വരെയാണ്. അതിനുശേഷം 2 പതിറ്റാണ്ട് മാത്രമേ ബാബിലോണിയൻ എംപയർ നിലനിന്നുള്ളൂ. 539 പേർഷ്യയുടെ കിങ് സൈറസ് കീഴടക്കുന്നത്. നെബൂഖദ്നസർ രണ്ടാമനുണ്ടായ തിരിച്ചറിവൊന്നും പിന്നീട് വന്ന ആളുകൾക്ക് ഉണ്ടാകാതെ പോയതുകൊണ്ടാണ് അവരുടെ സാമ്രാജ്യം തകർന്ന് തരിപ്പണമായത് എന്ന് പിൽക്കാലത്ത് ദാനിയേൽ പ്രവാചകൻ ഉൾപ്പെടെ വിശദീകരിച്ചതാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ഒരധ്യായത്തിൽ മുഴുവൻ നെബൂഖദ്നസർ രണ്ടാമൻ്റെ ഒരു കത്താണ്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നെബൂഖദ്നസർ രാജാവ് സർവ്വഭൂമിയിലും പാർക്കുന്ന സകല വംശങ്ങൾക്കും ജാതികൾക്കും ഭാഷക്കാർക്കും എഴുതുന്നത്, നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ. അത്യുന്നതനായ ദൈവം എങ്കൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നന്നെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. അവൻ്റെ അടയാളങ്ങൾ എത്ര വലിയവ, അവൻ്റെ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമായവ. അവൻ്റെ രാജ്യത്വം എന്നേക്കുമുള്ള രാജ്യത്വവും അവൻ്റെ ആധിപത്യം തലമുറ തലമുറയായുള്ളതും ആകുന്നു. നെബൂഖദ്നസർ എന്ന ഞാൻ എൻ്റെ അരമനയിൽ സ്വൈര്യമായും എൻ്റെ രാജധാനിയിൽ സുഖമായും വസിച്ചിരിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. അത് നിമിത്തം ഭയപ്പെട്ട് കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ നിരൂപണങ്ങളാലും ദർശനങ്ങളാലും വ്യാകുലപ്പെട്ടു. ഇങ്ങനെയാണ് ദാനിയേൽ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം തുടങ്ങുന്നത്. നെബൂഖദ്നസർ രാജാവിന് സ്വപ്നമുണ്ടാകുന്നു, അത് അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തുന്നു. അങ്ങനെ സ്വപ്നവ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നത് ദാനിയേൽ പ്രവാചകനാണ്. പിന്നീടും സ്വപ്നം ഉണ്ടാകുമ്പോൾ ദാനിയേൽ പ്രവാചകൻ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ദാനിയേൽ പ്രവാചകനുമായിട്ടുള്ള സംഭാഷണത്തിലൂടെയൊക്കെയാണ് നെബൂഖദ്നസറിന് ചില ഉൾവിളികളുണ്ടാകുന്നത്. അദ്ദേഹം വീണ്ടും പറയുകയാണ്,
12 മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാമഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹിതാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിൻ്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായതെന്നാൽ, നബൂഖദ്നസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു. രാജത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടുകൂടെ ആയിരിക്കും. നിന്നെ കാളയെപ്പോലെ പുല്ലുതീറ്റും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിയുന്നത് വരെ നിനക്ക് 7 കാലം കഴിയും. ദാനിയേൽ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം. ഇങ്ങനെ അദ്ദേഹത്തിനൊരു അശരീരി ഉണ്ടായിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, നിൻ്റെ ആധിപത്യം പോകും, നീ വളരെ മോശപ്പെട്ട ഒരു പരീക്ഷണത്തിന് വിധേയമാകും എന്നൊക്കെ പറയുന്നുണ്ട്. ആ പരീക്ഷണത്തിന് അദ്ദേഹം പിന്നീട് വിധേയമാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മാനസിക നില തെറ്റിയിട്ട് ഭ്രാന്തനെ പോലെ ആവുകയും അദ്ദേഹം പുല്ല് തിന്നുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഗതി ഇതിൽ വിവരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ ഈ കത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത്, ഉടൻ തന്നെ ആ വാക്ക് നബൂഖദ്നസറിന് നിവൃത്തിയായി. അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവൻ്റെ രോമം കഴുകൻ്റെ തൂവൽ പോലെയും അവൻ്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നത് വരെ അവൻ കാള എന്ന പോലെ പുല്ലു തിന്നുകയും അവൻ്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. ആ കാലം കഴിഞ്ഞിട്ട് നബൂഖദ്നസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി. എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ചു ബഹുമാനിക്കുകയും ചെയ്തു. അവൻ്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവൻ്റെ രാജത്വം തലമുറ തലമുറയായുള്ളതുമല്ലോ. അവൻ സർവ്വഭൂമിവാസികളെയും നാസ്തിയായി എണ്ണുന്നു. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവൻ്റെ കൈ തടുപ്പാനോ നീ എന്തു ചെയ്യുന്നുവെന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയില്ല. ആ നേരത്ത് തന്നെ എൻ്റെ ബുദ്ധി മടങ്ങി വന്നു. എൻ്റെ രാജത്വത്തിൻ്റെ മഹത്വത്തിനായി എൻ്റെ മഹിമയും മുഖപ്രകാശവും മടങ്ങി വന്നു. എൻ്റെ മന്ത്രിമാരും മഹത്തുക്കളും എന്നെ അന്വേഷിച്ചു. ഞാൻ എൻ്റെ രാജത്വത്തിൽ യഥാസ്ഥാനപ്പെട്ടു. ശ്രേഷ്ഠ മഹത്വം എനിക്ക് അധികമായി സിദ്ധിച്ചു. ഇപ്പോൾ നബൂഖദ്നസർ എന്ന ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു. അവൻ്റെ പ്രവർത്തികളൊക്കെയും സത്യവും അവൻ്റെ വഴികൾ ന്യായവുമാകുന്നു. നിഗളിച്ചു നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ. ഇങ്ങനെ നബൂഖദ്നസറിന് വലിയൊരു തിരിച്ചറിവുണ്ടാവുകയും അങ്ങനെ അദ്ദേഹം ഇത് എല്ലാ ആളുകൾക്കും വിളംബരം ചെയ്യുകയാണ്. അദ്ദേഹത്തെ അള്ളാഹു ഒരു ദൃഷ്ടാന്തമായി അവശേഷിപ്പിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഈ സംഭവം ജൂതന്മാർക്ക് വളരെ പരിചയമുള്ളതും ജൂതന്മാരോട് ഒന്നിച്ച് ജീവിക്കുന്ന ആളുകൾക്കൊക്കെ പരിചയമുള്ള സംഭവമാണ്. അതുകൊണ്ട് തകർന്നടിഞ്ഞ നാട് ജെറുസലേമാണെങ്കിൽ ആ നാട്ടിലൂടെ നടന്നുപോയ ഒരു നിഷേധിയായ മനുഷ്യൻ, പിന്നീട് അള്ളാഹു ജീവൻ നൽകിയ മനുഷ്യൻ, ആ മനുഷ്യനും ജീവൻ നൽകി. നബൂഖദ്നസർ രാജാവിനൊക്കെ ശേഷം, ആ സാമ്രാജ്യം തകർന്ന ശേഷം പേർഷ്യയുടെ സൈറസ് ബന്ദികളായ ആളുകളെയൊക്കെ മോചിപ്പിക്കുകയും ജെറുസലേമിൽ വീണ്ടും പള്ളി പണിയാൻ സഹായിക്കുകയും അങ്ങനെ വീണ്ടും പള്ളി പണിത് ആ നഗരം വീണ്ടും ജീവൻ വെച്ച് തിരിച്ചു വരികയും ചെയ്ത സംഭവം എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഖ്യാത സംഭവമാണ്. അടുത്ത ആയത്തിൽ വീണ്ടും അള്ളാഹു എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് എന്നതിൻ്റെ മറ്റൊരു സംഭവമാണ് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.